ഹലോ എവരിവൺ, വെൽക്കം ടു ടോക്ക്. ഇന്നത്തെ ഏറ്റവും ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ലംബോർഗിനിയും ഡുക്കാറ്റിയും പാർട്ണർഷിപ്പിൽ പുതിയൊരു മോട്ടോർ സൈക്കിൾ കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയൊരു മോട്ടോർ സൈക്കിൾ എന്ന് പറയുമ്പോൾ സംഗതി പുതിയ മോഡലൊന്നും അല്ല. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ലംബോർഗിനിയുടെ ഒരു കാറിൻ്റെ സെയിം കളറിലും സെയിം സ്റ്റിക്കർ വർക്കിലും ഡുക്കാറ്റിയുടെ ഒരു മോട്ടോർ സൈക്കിൾ കൊണ്ടുവരിക. പാനിഗാലി V4-നെ ലംബോർഗിനിയുടെ റിവോൾട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാറിൻ്റെ സെയിം ഡിസൈനിലും കളർ സ്കീമിലും കൊണ്ടുവന്നിരിക്കുന്ന ഒരു എഡീഷനാണ് ഈ ഒരു പുതിയൊരു മോട്ടോർ സൈക്കിൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇതിന് മുൻപും ലംബോർഗിനി പല പാർട്ണർഷിപ്പും ഡുക്കാറ്റിയുടെ ഒപ്പം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡിയാവൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മോഡലിനെ വെച്ചിട്ടും ലംബോർഗിനിയുടെ കാറിന് വെച്ചിട്ടൊക്കെയുള്ള ഒരു പാർട്ണർഷിപ്പും സെയിം സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് മുൻപും കണ്ടിട്ടുണ്ട്. ഇതുപോലെ പല ബ്രാൻഡുകളും പല കാർ മാനുഫാക്ചേഴ്സിനായിട്ടും കൊളാബ് ചെയ്യാറുണ്ട്. ഇപ്പോൾ യമഹയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ യമഹ ഫിയേറ്റ്, യമഹ ബാർത്ത്, അങ്ങനെ പല കമ്പനികളും പല കാർ കമ്പനികളായിട്ട് കൊളാബ് ചെയ്ത് അതിൻ്റേതായിട്ടുള്ള ഒരു ലിമിറ്റഡ് എഡിഷൻ കൊണ്ടുവരാറുണ്ട്. ആ ഒരു സെയിം സാധനം തന്നെയാണ് ഇവിടെയും ഇപ്പോൾ നടന്നിരിക്കുന്നത്. 630 യൂണിറ്റ് മാത്രമാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടായിരിക്കുള്ളൂ. ലിമിറ്റഡ് ആയിട്ടുള്ള യൂണിറ്റ് ആണ്. കാർബൺ ഫൈബർ ആണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടായിരിക്കുക. പിന്നെ എക്രോപോയിച്ചിൻ്റെ റോഡ് ലീഗൽ ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള യൂണിറ്റ് വരുമ്പോൾ അതിൽ സ്പെസിഫിക് ആയിട്ട് വരുന്ന കുറേ പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ളതും അട്രാക്ഷന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അങ്ങനെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മോഡലാണ് ഈ പാനിഗാലി V4-ൻ്റെയും ലംബോർഗിനിയുടെയും ഈ ഒരു എഡീഷൻ എന്ന് പറയുന്നത്. എഡീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് TVS-ൻ്റെ ഒരു ന്യൂസാണ്. TVS-ൻ്റെ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ വരാൻ പോകുന്നു. നമുക്കറിയാം, ഇതിനു മുൻപ് TVS iQube എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കൂട്ടർ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് X എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കൂട്ടർ കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഒരു പെർഫോമൻസ് സ്കൂട്ടർ. അതിനോടൊപ്പം തന്നെ TVS ഇപ്പോൾ മോട്ടോർ സൈക്കിൾ സെഗ്മെൻറ്റിലേക്ക്, ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ സെഗ്മെൻറ്റിലേക്ക് വരാൻ പോവുകയാണ്. അതിൻ്റെ ഒരു പാറ്റൻറ്റ് ഇമേജ് ആണ് ഇപ്പോൾ ലീക്കായിരിക്കുന്നത്. ഇമേജ് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പാറ്റേണൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കുറച്ചും കൂടിയും ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ ആയിരിക്കും. ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ ആയിരിക്കും വരാൻ പോകുന്നുണ്ടാവുക. TVS-ൻ്റെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ റേസിംഗ് DNA എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെ തോന്നി ഈ ഒരു സ്കെച്ച് കണ്ടപ്പോൾ. ഏറ്റവും ആദ്യത്തെ കാര്യം, മിഡ് മൗണ്ട് ചെയ്തിട്ടുള്ളൊരു ബാറ്ററിയാണ് വരുന്നത്. പിന്നെ 2 ബാറ്ററി സെറ്റപ്പ് പോലെ നമുക്ക് ആ ഒരു സ്കെച്ച് കാണുമ്പോൾ തോന്നി. പിന്നെ ബെൽറ്റ് ഡ്രൈവ് ആണ്, സിംഗിൾ സൈഡഡ് ആയിട്ടുള്ള സ്വിംഗ് ആമാണ്. ഡിസൈൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഡിസൈൻ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഡിസൈൻ പോലെ തോന്നുന്നുണ്ട്. കാരണം അതിൽ വരുന്നത് പെരിമീറ്റർ ആയിട്ടുള്ളൊരു ഫ്രെയിം പോലെയാണ് എനിക്ക് തോന്നിയത്. സോ പെരിമീറ്റർ ഫ്രെയിം വരുന്നുണ്ടെങ്കിൽ എന്തായാലും അത്യാവശ്യം നല്ലൊരു ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള TVS എപ്പോഴും പറയുന്ന പോലെ റേസിംഗ് DNA അൺലീഷ്ഡ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു കാര്യമായിരിക്കും TVS-ൻ്റെ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ കൊണ്ടുവരാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി നമുക്കെല്ലാവർക്കും അറിയാം, ഫ്യൂച്ചറിൽ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് ഇലക്ട്രിക്കും അതുപോലെ തന്നെ ഹൈഡ്രജനും ആയിരിക്കും. അതുകൊണ്ട് തന്നെ TVS ഓൾറെഡി 2025 ഓട്ടോ എക്സ്പോയിൽ നമ്മുടെ ജൂപ്പിറ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു CNG സ്കൂട്ടർ ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. CNG മാത്രമല്ല, ഞാൻ പറയാറുണ്ട്, CNGയിലേക്ക് മാത്രമല്ല ആ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുക. ഫ്യൂച്ചറിൽ വരുന്ന ഹൈഡ്രജനിലേക്ക് കൂടി പ്ലാൻ ചെയ്തിട്ടായിരിക്കും ആ ഒരു സ്കൂട്ടറിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വേൾഡിലെ ഏറ്റവും ആദ്യത്തെ CNG സ്കൂട്ടർ എന്ന് പറഞ്ഞിട്ടാണ് അവരത് മാർക്കറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും കൺസെപ്റ്റാണ്. ഏറ്റവും ആദ്യത്തെ മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് ബജാജിൻ്റെ ഫ്രീഡം 125 എന്നറിയാം. നമുക്കറിയാം, ഏറ്റവും ആദ്യം ചെയ്യുക എന്നൊക്കെ പറയുന്നത് പല ബ്രാൻഡുകൾക്കും മെയിൻ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഫാണ്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഒരു മാർക്കറ്റ് ചെയ്യുന്നത്. നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് എന്താ വേണമെന്നുണ്ടെങ്കിൽ പോയി ടെസ്റ്റ് റൈഡ് ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കാൻ ശ്രമിക്കാം. പല കമ്പനികളും പലതും തള്ളും. ഓക്കെ, അപ്പോൾ അതാണ് അടുത്തൊരു കാര്യം. ഇനി നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസാണ്. കിയയുടെ ഫാക്ടറിയിൽ നമുക്കറിയാലോ, കാർ കമ്പനിയാണ് കിയ എന്ന് പറയുന്നത്. കൊറിയൻ കമ്പനിയാണ്. നമ്മുടെ ഹുണ്ടായിനൊക്കെ ആയിട്ട് പാർട്ണർഷിപ്പ് ഉള്ള ഒരു കമ്പനി തന്നെയാണ്, അല്ലെങ്കിൽ ഹുണ്ടായുടെ പോലെയുള്ള ഒരു കമ്പനി തന്നെയാണ് കിയ എന്ന് പറയുന്നതും. അവരുടെ ഫാക്ടറിയിൽ നിന്നും ഏകദേശം 900 എൻജിൻസ് കാണാതായി, അല്ലെങ്കിൽ 900 എൻജിൻസ് ആരോ അടിച്ചു മാറ്റി. ഞാൻ ഇപ്പോൾ ഒരു റോഡ് ട്രിപ്പ് ഉണ്ടായിരുന്നു ഹൈദരാബാദിലേക്ക്. സോ ഹൈദരാബാദ് പോകുന്ന വഴിയാണ് ഈ ഒരു ഫാക്ടറി കാണാം. ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ള ഒരു സ്ഥിരമായിട്ട് ആ റൂട്ട് പോകുമ്പോൾ കാണുന്ന ഫാക്ടറിയാണ്. ഇപ്രാവശ്യം ഞാൻ ഏർലി മോർണിംഗ് ആണ് ആ ഒരു ഫാക്ടറിയിലൂടെ ആ ഫാക്ടറി വഴി ഞാൻ ക്രോസ് ചെയ്ത് പോയേ. അപ്പോൾ ഓൾറെഡി ആ റൂട്ടിലൊക്കെ കുറേ കാറുകൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, കിയയുടെ കാറുകളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫാക്ടറി എന്ന് പറഞ്ഞാൽ വണ്ടം ഫാക്ടറിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, ദൈവമേ, ഇതൊക്കെ നോക്കി നടത്താമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമുള്ള കാര്യമല്ലല്ലോ. കാരണം അത്രയും വലിയൊരു ഫാക്ടറിയാണ്. ഇനി ഹുണ്ടായുടെ ചെന്നൈയിലുള്ള ശ്രീപെരുമ്പത്തൂരിലുള്ള ഫാക്ടറി ഉണ്ട്. റേസ് ട്രാക്കിൻ്റെ തൊട്ട് മുൻപിലാണ് ആ ഒരു ഫാക്ടറി വരിക. യമാഹയുടെ തൊട്ട് മുൻപിലാണ് ആ ഒരു ഫാക്ടറി വരിക. ആ ഒരു ഫാക്ടറിയൊക്കെ കാണുമ്പോൾ നമ്മൾ ഇതുവരെ വിചാരിക്കും, കാരണം വണ്ടൻ ഫാക്ടറിയാണ്, എങ്ങനെയാണ് ഇതൊക്കെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാന്നുള്ളത്. എന്തായാലും നമ്മൾ അന്ന് വിചാരിച്ചപ്പോൾ പോസിറ്റീവായിട്ട് വിചാരിച്ചെങ്കിലും ഇപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഒരു 900 എഞ്ചിനൊക്കെ ഒരു ഫാക്ടറിയിൽ നിന്ന് മിസ്സാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വലിയൊരു പ്രോബ്ലമാണ്. എന്തായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമുക്ക് വഴിയറിയാം. വലിയൊരു കേസൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കിയയുടെ CEO ഒക്കെ.
ഓക്കെ, അപ്പോൾ അതാണ് അടുത്തൊരു ന്യൂസ്. ഇനി ഏറ്റവും അവസാനത്തെ ന്യൂസ് എന്ന് പറയുന്നത് 2025 ആയിട്ടുള്ള ഹയാബൂസ, സുസുക്കിയുടെ ഹയാബൂസ ഇന്റർനാഷണലി അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. പുതിയ കളേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻജിൻ്റെ സ്പീഡ് സെറ്റിങ്ങിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ ക്രൂയിസ് കൺട്രോളിൽ കുറച്ച് ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഞാൻ വീഡിയോ ചെയ്യാത്ത ടൈമിലുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇന്ത്യയിലെ 25 years ഓഫ് ഹയബൂസ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എഡീഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിനൊരു പ്രത്യേകത ഉണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രത്യേകതയാണ്. ആ ഒരു മോഡൽ ഒരു സിംഗിൾ സീറ്റർ ആയിട്ടുള്ളൊരു സെറ്റപ്പിലാണ് സുസുക്കി കൊണ്ടുവന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾ സീറ്റർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാരി ഗാർഡിൻ്റെ ആവശ്യമില്ല. അതുപോലെ നമ്പർ പ്ലേറ്റിലും എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് ബേസിക്കലി ഈ പറയുന്ന സിംഗിൾ സീറ്റർ എന്ന് പറയുന്ന രീതിയിലല്ല വന്നിരിക്കുന്നത്. പക്ഷേ ഇതിന് അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സിംഗിൾ സീറ്റ് ആയി കഴിഞ്ഞാൽ സാരി ഗാർഡ് വേണ്ട എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹയബൂസ 25 എഡിഷൻ ആയിട്ടുള്ള മോഡൽ ഇന്ത്യയിൽ വന്നത് സിംഗിൾ സീറ്റർ ആയിട്ടാണ്. അതൊരു സാരി ഗാർഡ് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ്. ആ ഒരു സാരി ഗാർഡ് വരുമ്പോൾ ഒരു അട്രാക്ഷൻ കുറവുണ്ടല്ലോ, ആ ഒരു അട്രാക്ഷൻ കുറവ് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് സുസുക്കി അങ്ങനെ ചെയ്തതെന്നൊക്കെയാണ് ആ ഒരു സമയത്ത് അറിഞ്ഞിരുന്നത്. എന്തായാലും ഇത് കൂടെ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി. അപ്പോൾ ഇത്തരം ഇന്നത്തെ വീഡിയോയിൽ പറയാനുണ്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ചാओ.